ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഫ്ലവർ വേസാണ്. അതിൽ വേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലാണ്, ഒരു വെള്ളം വരുന്ന ഒരു കാലി ബോട്ടിൽ, നല്ല ഷേപ്പ് നോക്കിയ ഒരു ബോട്ടിൽ കിട്ടി. അത് ഞാൻ ഇതുപോലെ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും അതിൻ്റെ താഴത്തെ ഭാഗവും എടുത്താൽ സെൻറ്ററിൽ മാത്രം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ക്വിക്ക് ഫ്ലെക്സ് കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു 10-15 മിനിറ്റ് വേണം ആ ക്വിക്ക് ഫ്ലെക്സ് ഒന്ന് ടൈറ്റായിട്ട്, ഒരു ലിക്വിഡ് പോലെയാണ്, നമ്മുടെ കയ്യിൽ പറ്റാതെ നോക്കിയാൽ വേണം അത് ചെയ്ത് വെച്ച് കഴിഞ്ഞ്. ഇനി അതിൻ്റെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റൻ റിബൺ, നമുക്ക് യഥേഷ്ടം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതളുകൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റൻ റിബൺ എത്ര നീളം, ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത 2 പീസ് ഒരുമിച്ച് വെച്ച് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. 2 സൈഡും ഒരേപോലെ ഗിൽറ്റഡ് ആയിട്ടുള്ള സൈഡുകൾ വേണം ചേർത്ത് വെച്ച് ഫെവി ബോണ്ടിൽ ഒട്ടിച്ചെടുക്കാൻ. ഇതുപോലെ കുറച്ച് വീതിക്ക് ഉള്ള ഇതളിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 എണ്ണം കൂടി ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലൈറ്റർ യൂസ് ചെയ്ത് ഇതുപോലെ വെറുതെ ലൈറ്റർ ഒന്ന് പിടിച്ചാൽ മതി, അതൊരു ഷേപ്പായി കിട്ടിക്കൊള്ളും. ഇതുപോലെ നല്ല ഒരു ഇതളിൻ്റെ ഷേപ്പായി കഴിഞ്ഞ് ഇതുപോലെ ചുരുട്ടി വെച്ച് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ മടക്കി ചുരുട്ടി ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇതളുകളും ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല വീതിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2 എണ്ണം കൂടി ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് പെറ്റൽസിന് വേണ്ടിയിട്ട് കുറേ ഇത് സാറ്റൻ റിബണുകൾ ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഓരോ ഇതളുകളും നമ്മൾ ഇതുപോലെ വെറുതെ ലൈറ്റർ യൂസ് ചെയ്താൽ മതി. ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് തന്നെ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്ത് ഓരോ ഷേപ്പുകളും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിയിലോട്ട് പിടിക്കുമ്പോൾ നല്ല രീതിയിലൊരു ഇതളായി തന്നെ കിട്ടും. അടിയിലോട്ട് വേണം, ചെറുതായിട്ട് വേണം പിടിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉരുകി പിടിക്കുന്നത് കൊണ്ട് കുറച്ച് ദൂരത്തിൽ വെക്കുമ്പം തന്നെ അത് പെട്ടെന്ന് സ്ട്രക്കായിട്ട് ഒരു ഇതളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ പറ്റും നമുക്കത്. ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വെറും ലൈറ്റർ യൂസ് ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ സാറ്റൻ റിബൺ ആണിത് 3-4 മടക്കി കട്ട് ചെയ്ത് അതും ഇതുപോലെ ലൈറ്റർ സാറ്റൻ റിബൺ എല്ലാം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്താണ്. അവിടെ വിടർത്തുമ്പോൾ തന്നെ അതുപോലെ ഷേപ്പായി കിട്ടി. ഇനി ഞാൻ ഗോൾഡൻ കമ്പി എടുത്ത് ഇതുപോലെ ചുറ്റി അതിൽ ടിഷ്യൂ പേപ്പർ ചുറ്റി, അത് കട്ടിക്കിരിക്കാനായിട്ട് ചുറ്റിയതിന് ശേഷമാണ് അതിൽ ഞാൻ ഇതുപോലെ ആ യെല്ലോ സെൻറ്ററിലിരിക്കുന്ന യെല്ലോ നല്ലതുപോലെ കെട്ടി ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി കെട്ടി ടൈറ്റാക്കി വെച്ച് ഇനി അതിൽ ഓരോ ഒരു 3 ഇതൾ ആദ്യത്തെ സെറ്റ് ഞാനിവിടെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. 1, 2, 3 ഇതളുകൾ കെട്ടി വരിഞ്ഞ്, കെട്ടുന്ന വെച്ചാൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് വേണം അത് കെട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് ഓരോ ഇതളും 3 എണ്ണവും കൂടി ചേർത്ത് വെച്ചല്ല കെട്ടുന്നത്, ഓരോ ഇതളായിട്ട് കെട്ടി വരിഞ്ഞ് മുറുക്കി എടുക്കുക ചെയ്ത്. ഇനി ബാക്കിയുള്ള ഒരു 6 ഇതൾ രണ്ടാമത്തെ സെറ്റായിട്ട് ചെയ്യാനായിട്ട് നല്ല നീളമുള്ള സൂചി കൊരുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓരോന്നും ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് കൊരുത്ത് തീരുന്നതിന് മുമ്പ് തന്നെ വേറൊരെണ്ണവും കൂടി ചേർത്ത് വെച്ച് ഇത് കാണിക്കുന്നത് പോലെ അതും കൊരുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 6 ഇതളുകൾ നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് കൊരുത്തെടുത്ത് ലാസ്റ്റ് അത് കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ലാസ്റ്റ് അത് കെട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യം ഇതുപോലെ കെട്ടിയെടുത്തത് പതുക്കെ അകത്തോട്ട് പ്രസ് ചെയ്ത് ആ ഇതളുകൾ ചുറ്റിലും ആയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു കെട്ട് നല്ല ടൈറ്റായിട്ട് നമ്മളത് അവിടെ വരിഞ്ഞ് മുറുക്കി കെട്ടിയെടുക്കുന്നത്. ഇതുപോലെ വരിഞ്ഞ് മുറുക്കി ഒരു 2 കെട്ട് ടൈറ്റായിട്ട് ഇടുമ്പോഴത്തേക്ക് തന്നെ ചുറ്റിലും നമുക്ക് 6 ഇതളുകളും കറക്റ്റായിട്ട് കെട്ടിയെടുക്കാൻ പറ്റും. ഇനി ഞാനൊരു മുട്ടിന് വേണ്ടിയിട്ടാണ്, അതും ഞാൻ ഗോൾഡൻ കമ്പിയിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുറ്റി അതിൽ ഒരു 3 ഇതളുകൾ വെച്ച് കെട്ടിയെടുക്കുകയാണ്. ഇനി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടിന് വേണ്ടിയിട്ടാണ്
കട്ട് ചെയ്ത് അത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഞാനിത് നമ്മുടെ ഒരു വേസിന് വേണ്ടിയിട്ട് അത് വൈറ്റ് കളർ യൂസ് ചെയ്ത് ഇനി ഞാൻ ലീവ്സിന് വേണ്ടിയിട്ടാണ് അതും 2 ഇതളുകൾ ചേർത്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് വെറുതെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ലൈറ്റർ യൂസ് ചെയ്തത്. വിടർത്തി വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ അത് ലീവ്സ് ആയിക്കഴിഞ്ഞ് ഇനി ഒരു ഗോൾഡൻ ടച്ച് ഞാൻ ചെറിയ ഒരു വേസിന് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാം. വേണ്ടുന്ന കളറുകൾ നമുക്ക് യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സുകൾ ചെയ്തെടുക്കാവുന്ന